ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റെയർ കേസിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റെയർ കേസ്? വ്യത്യസ്ത തരം സ്റ്റെയർ കേസുകൾ ഏതൊക്കെ? എന്താണ് ഫ്ലൈറ്റ്, ലാൻഡിംഗ്, റൈസർ, ത്രെഡ്? ഈ വീഡിയോ സ്റ്റെയർ കേസിനെ കുറിച്ച് പഠിക്കുന്നവർക്കും പുതുതായി വീട് നിർമ്മിക്കുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി സ്റ്റെയർ കേസ് എന്താണ് എന്ന് നോക്കാം. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് സഹായകമായ നിർമ്മിതി. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്കും അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്കും എത്താൻ സഹായിക്കുന്നു. ഇത് ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ കൂട്ടിച്ചേർത്താണ് സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ആംഗിളിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കേസിന് 4 പാർട്സ് ഉണ്ട്: ഫ്ലൈറ്റ്, ലാൻഡിംഗ്, ത്രെഡ്, റൈസ്. ഇനി ഇവയെക്കുറിച്ച് നോക്കാം. സ്ക്രീനിലെ ചിത്രത്തിൽ ഒരു എൽ ഷേപ്പ് സ്റ്റെയർ കേസ് കാണാം. ഇതിൽ സ്റ്റെയറിന്റെ പാർട്സ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഇമേജിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ലാൻഡിംഗ്. ഇത് ഒരു ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നിന്നാണ് സ്റ്റെയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. അടുത്തതായി സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ആണ് ത്രെഡ്. ഇവിടെ ചവിട്ടിയാണ് മുകളിലേക്കും താഴേക്കും കയറുന്നത്. അടുത്തതായി മാർക്ക് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ പോർഷനാണ് റൈസർ. ഒരു ത്രെഡ് മുതൽ അടുത്ത ത്രെഡ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് റൈസർ എന്ന് പറയുന്നത്. ഈ ഇമേജിൽ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ഇമേജിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ വെർട്ടിക്കൽ മാർക്ക് ചെയ്തിരിക്കുന്നത് റൈസറും ഹൊറിസോണ്ടൽ ആയി മാർക്ക് ചെയ്തിരിക്കുന്നത് ത്രെഡും ആണ്. ഇനി ഫ്ലൈറ്റ് എന്താണെന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ലാൻഡിംഗ് മുതൽ ഫസ്റ്റ് ഫ്ലോർ വരെ ഉള്ള ദൂരത്തെ ആണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ മാർക്ക് ചെയ്തത് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ടൈപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ സ്ക്രീനിൽ 10 സ്റ്റെയർ കേസിൻ്റെ പേര് നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. ആവശ്യാർത്ഥം ഈ ഡിസൈനുകളിൽ അല്പസ്വല്പം വ്യത്യാസം വരുത്തി വേറെ പല ഡിസൈനുകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മാറ്റം വന്നേക്കാം. ആദ്യത്തെ സ്റ്റെയർ നോക്കാം. എൽ ഷേപ്പ് സ്റ്റെയർ കേസ് അഥവാ ക്വാർട്ടർ ടേൺ സ്റ്റെയർ. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഫ്ലൈറ്റ് 90 ഡിഗ്രി ആംഗിളിൽ അടുത്ത ഫ്ലൈറ്റുമായി ജോയിൻ ചെയ്തിരിക്കും. ഫ്ലൈറ്റ്, ലാൻഡിംഗ്, ഫ്ലൈറ്റ് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. റെസിഡൻഷ്യൽ വീടുകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അടുത്തതാണ് എൽ ഷേപ്പ് വിൻഡർ സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ എൽ ഷേപ്പ് സ്റ്റെയറിൽ നിന്ന് രൂപം കൊണ്ട ഒരു ഡിസൈനാണ്. ഇതിൽ ലാൻഡിങ്ങിനെ കോർണർ സ്റ്റെപ്സ് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്നു. സ്ഥലം കുറവുള്ള വീടുകളിൽ ഈ സ്റ്റെയർ സൂട്ടബിൾ ആണ്. അടുത്തതാണ് യു ടൈപ്പ് സ്റ്റെയർ കേസ്. സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൽ നിന്ന് 180 ഡിഗ്രി ടേൺ ചെയ്ത് നെക്സ്റ്റ് ഫ്ലൈറ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് ചെയ്യാൻ കുറഞ്ഞ സ്ഥലം മതി. റെസിഡൻഷ്യൽ വീടുകളിൽ, ഷോപ്പുകളിൽ നിങ്ങളിത്
കണ്ടിട്ടുണ്ടാകും. അടുത്തതാണ് യു ഷേപ്പ് ഓപ്പൺ വെൽ സ്റ്റെയർകേസ്. ഇത് പേര് പോലെ തന്നെ ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ള ഡിസൈനാണ്. സ്ക്രീനിൽ കാണുന്ന പോലെ ഈ സ്റ്റെയർകേസ് രണ്ട് രീതിയിൽ ഡിസൈൻ ചെയ്യാം. വിത്തൗട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റും, എന്ന് വെച്ചാൽ ഫ്ലൈറ്റിന് ശേഷം ലാൻഡിംഗ് പിന്നെ ഫ്ലൈറ്റാണ് ഇതിലുണ്ടാവുക. അടുത്തതായി വിത്ത് ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റ്, എന്ന് വെച്ചാൽ ഫ്ലൈറ്റ്, ലാൻഡിംഗ്, പിന്നെ ഫ്ലൈറ്റ്, പിന്നെ ലാൻഡിംഗ്, പിന്നെ ഫ്ലൈറ്റ് എന്നീ രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെയർ കേസാണ് ഐ ടൈപ്പ് സ്റ്റെയർ കേസ് അഥവാ സ്ട്രെയിറ്റ്. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരേ ഡയറക്ഷനിലായിരിക്കും ഈ ഡിസൈൻ ഉണ്ടാവുക. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒറ്റ ഫ്ലൈറ്റാണ് ഉണ്ടാവുക. അടുത്ത സ്റ്റെയർ കേസാണ് ജോമെട്രിക്കൽ സ്റ്റെയർ കേസ്. ഇത് സ്പൈറൽ, സർക്കുലർ, എലിപ്റ്റിക്കൽ എന്നീ ഷേപ്പുകളിലായിരിക്കും ഡിസൈൻ ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന പോലെ. അടുത്തതാണ് ബൈഫുർക്കേറ്റഡ് സ്റ്റെയർ കേസ്. ഇത് നേരത്തെ കണ്ട ക്വാർട്ടർ ടേൺ സ്റ്റെയർ കേസിൻ്റെ ഒരു വകഭേദമാണ്. അതായത് ഫ്ലൈറ്റ്, ലാൻഡിംഗ്, പിന്നെ ലാൻഡിങ്ങിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫ്ലൈറ്റ്. സ്ക്രീനിലെ ഡിസൈനിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതാണ് ലേഡർ സ്റ്റെയർ കേസ്. ഫ്ലോറിൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ ഈ സ്റ്റെയർ കേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ സ്ട്രെയിറ്റ് സ്റ്റെയർ കേസ് പോലെ ഒറ്റ ഫ്ലൈറ്റ് ആണുള്ളത്. ചെറിയ ഷോപ്പുകളിൽ ഇത് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെയർ കേസാണ് സ്പൈറൽ സ്റ്റെയർ കേസ്. ഇത് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതൊരു സ്പേസ് സേവിങ് സ്റ്റെയർ കേസാണ്. ഈ സ്റ്റെയർ കേസ് വലിയ വലിയ ബിൽഡിങ്ങിൽ എമർജൻസി എക്സിറ്റ് സ്റ്റെയറായി യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഷോപ്പുകളിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ഈ ഡിസൈൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഒരു പോളിന് ചുറ്റും ത്രെഡ് റൗണ്ട് ചെയ്ത് കയറിപ്പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സ്ക്രീനിലെ 3D ഇമേജിൽ നോക്കിയാൽ മനസ്സിലാവും. അടുത്ത സ്റ്റെയർ കേസാണ് സർക്കുലാർ സ്റ്റെയർ കേസ്. ഇതൊരു ആർക്ക് വരച്ച പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ ഇത് വലിയ വലിയ വീടുകളിൽ ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഭാഗമായി ഇങ്ങനത്തെ സ്റ്റെയർ കേസ് ചെയ്യാറുണ്ട്. ഇനി ലിസ്റ്റിൽ പേരില്ലാത്ത ഒരു സ്റ്റെയർ കൂടി പരിചയപ്പെടാം. ഇപ്പോഴത്തെ വീടുകളിൽ പ്രധാനമായും കണ്ടുവരുന്ന ഈ ഡിസൈൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് സ്റ്റെയർ. ഇത് സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ ഒരു വകഭേദമാണ്. പക്ഷേ ഇതിൽ ത്രെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പിലാണ് എന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.